ജയറാം കയറുന്നുണ്ട് കേട്ടോ. ശബരിമലയിൽ വീണ്ടും കേസ് ട്വിസ്റ്റ് ആവുകയാണ്. കഴിഞ്ഞ 2-3 മാസം, ഒക്ടോബർ മാസം മുതലാണ് ഇത് ആരംഭിച്ചത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി തീരാൻ പോകും. 4 മാസക്കാലം കൊണ്ട് 120 ദിവസം കൊണ്ട് 13ഓളം പേളുകളെ അറസ്റ്റ് ചെയ്തു. നിരവധി പേരെ പലവട്ടം ചോദ്യം ചെയ്തു. PS പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ഈ തൊട്ട് മുമ്പ്, ഇപ്പോൾ K ജയകുമാറിന് തൊട്ട് മുമ്പിരുന്ന ദേവസ്വം പ്രസിഡന്റ് 3-ാം തവണയും ചോദ്യം ചെയ്തു. ഇനി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനുണ്ട്. പിന്നെ കോൺഗ്രസിൻ്റെ പല നേതാക്കളെയും ചോദ്യം ചെയ്യാനുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ മൊഴിയെടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മുരാരി ബാബു എന്ന് പറയുന്ന വളരെ പ്രമുഖനായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന, ഈ കേസിലെ നിർണായകമായ ഒരു ആളായിരുന്ന, പ്രതിയായിരുന്ന മുരാരി ബാബു 90 ദിവസം അകത്ത് കിടന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെയും അല്ലെങ്കിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയുടെയൊക്കെ നിയമമനുസരിച്ച് 90 ദിവസം അകത്ത് കിടന്നാൽ പുറത്തിറങ്ങേണ്ടി വരും. അങ്ങനെ പുറത്തിറങ്ങി. 90 ദിവസം കഴിഞ്ഞപ്പോൾ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് പുറത്തിറങ്ങി. അപ്പോഴാണ് ബദറുദ്ദീൻ എന്ന് പറയുന്ന ജഡ്ജി ചോദിക്കുന്നത്, ഇതെന്ത് SIT ആണ്, നിങ്ങൾ കൊള്ളാമല്ലോ, നിങ്ങൾ ആളുകളെ അകത്ത് പിടിച്ചിടുന്നത് തന്നെ പതുക്കെയാണ്, കാരണം നിങ്ങളുടെ അന്വേഷണം തന്നെ വല്ലാതെ വഴിമുട്ടിയാണ് പോകുന്നത്, നിങ്ങൾ KP ശങ്കരദാസിൻ്റെ കാര്യത്തിൽ ചെയ്തത് ശുദ്ധ അസംബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങി വരുമ്പോഴാണ് നിങ്ങൾ ഓരോരുത്തരായി പുറത്തിറങ്ങി പോകാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. എന്താണ് ഈ കേസിൽ സംഭവിക്കുന്നത്? അവർ പുറത്തിറങ്ങിയാൽ അവർ അതിശക്തരാണ്, അവർ പ്രബലന്മാരാണ്, അതിനേക്കാൾ പ്രബലന്മാരാണ്, ബന്ധമുള്ളവരാണ് അവർ. ഇതെല്ലാം വളരെ നിസ്സാരമായി തെളിവുകളൊക്കെ നശിപ്പിച്ച് കളയില്ലേ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കോടതി പലവട്ടം ചോദിക്കുകയാണ്. അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് SIT. ആദ്യമേ തന്നെ ഒരു തട്ടുകട മോഡലുള്ളൊരു സംവിധാനം, ചെറിയൊരു 8-10 പേരടങ്ങുന്ന 6-7 പേരടങ്ങുന്ന ചെറിയൊരു ഗ്രൂപ്പിനെ കൊണ്ട് ഈ 7-8 രാജ്യങ്ങളിൽ 5 സംസ്ഥാനത്തിൽ, കേരളം, ആന്ധ്ര, തമിഴ്നാട്, കർണാടകം, മഹാരാഷ്ട്ര തുടങ്ങിയ 5 സംസ്ഥാനങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമാ മേഖലയിലുള്ളവർ, ജയറാമിനെ പോലെയുള്ളവർ, അങ്ങനെ പിന്നെ മന്ത്രിമാർ, തന്ത്രിമാർ, ഇങ്ങനെ ദേവസ്വം ഉദ്യോഗസ്ഥർ, വലിയ സന്നാഹത്തിലാണ് ഉള്ളൊരു ടീമിനെയാണ് അവർ കൈകാര്യം ചെയ്യേണ്ടത്. അത് SIT പോരാ, കുറച്ചുകൂടി വലിയൊരു സംവിധാനം കൊടുക്കണമായിരുന്നു. ഇതിനിടയിലാണ് ജയറാം വന്നിട്ട് 2 പ്രാവശ്യം പറഞ്ഞത് തമ്മിൽ പൊരുത്തക്കേടുണ്ട്. രാജു അബ്രഹാം പറഞ്ഞതിലും തമ്മിൽ പൊരുത്തക്കേടുണ്ട്. അത് ചാനലുകൾ വളരെ കൃത്യമായി പൊതുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നതിനകത്തും ഒരുപാട് പൊരുത്തക്കേടും തെറ്റുകളും അബദ്ധങ്ങളുമുണ്ട്. അബദ്ധ പഞ്ചാംഗമാണ്. അതിനേക്കാൾ വലിയ അബദ്ധ പഞ്ചാംഗമായിട്ടാണ് ജയറാം രമേശ് രംഗത്ത് വന്നത്. സിനിമാ നടൻ ജയറാം രംഗത്ത് വന്നു. ജയറാം രമേശ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവാണ്, അത് വേറെ കോൺഗ്രസിൻ്റെ നേതാവാണ്, അതല്ല. ജയറാം രംഗത്ത് വന്നത്. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ജയറാം ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്. അപ്പോൾ അതുകൊണ്ടുള്ള എന്താ കുഴപ്പം? ബ്രാഹ്മണനായിട്ട് ജനിച്ചുകൂടെ? അതല്ല കുഴപ്പം. ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ അദ്ദേഹത്തിന് പൂജയും പൂജാതി കർമ്മങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും പാപവും പുണ്യവും പുനർജന്മവും എല്ലാം നന്നായി അറിയേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ ബ്രാഹ്മണ സമുദായക്കാരൻ. കാരണം അവർ അത്യാവശ്യ ഉപനയനവും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് പഠിക്കുന്നവരാണ്. മറ്റേ വേദകാര്യങ്ങളും ഇതിഹാസവും അതങ്ങനെ ആചാര കാര്യങ്ങളൊക്കെ ഒരുപാട് അറിഞ്ഞിരിക്കുന്നവരാണ്. അവരുടെ കുടുംബവും മറ്റു കാര്യങ്ങളൊക്കെ ആരായാലും മറ്റ് സമൂഹത്തെ അനുബന്ധിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടവരാണ് ബ്രാഹ്മിൺസ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ജയറാം ഇത് ഇരട്ടി ശിക്ഷയാണ് അനുഭവിക്കാൻ പോകുന്നത്. എന്തായാലും കൊള്ളാം, രസകരമായിട്ടുണ്ട്. അദ്ദേഹം പച്ചയ്ക്ക് കള്ളം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു നടൻ എന്നുള്ള നിലയിൽ, പാർവതിയുടെ ഭർത്താവ് എന്നുള്ള നിലയിൽ ജയറാം വളരെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു കേരളത്തിൽ. പക്ഷേ അത് അയ്യപ്പൻ്റെ വിഷയത്തിൽ പുള്ളി വീണുപോയി. എന്തായാലും ധാരാളം കള്ളമാണ് പുള്ളി പറയുന്നത്. പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അത് ചാനലുകൾ, സോഷ്യൽ മീഡിയയിലെല്ലാം കിടക്കും. യൂട്യൂബിൻ്റെ കാലത്തെന്ന് ജയറാമിനെ പോലുള്ളവർ മനസ്സിലാക്കണം. മുമ്പ് പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും തമ്മിലെടുത്ത് കേൾത്ത് നോക്കുമ്പോൾ ആളുകൾക്ക് വട്ടാവും. അതുകൊണ്ട് പറയുന്നതൊന്ന് പ്ലാൻ ചെയ്ത് എഴുതി തയ്യാറാക്കി ശരിയായ കാര്യങ്ങൾ പറയുകയും, അങ്ങനെ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും ചെയ്തില്ലെങ്കിൽ ആകെ ആളുകൾ വട്ടാവും. താങ്കൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കോടതിയിൽ പോയാലും ഇതൊക്കെ വലിയ തിരിച്ചടി തന്നെ ആകും.